മനസ്സിൽ നിറയുന്ന ശൂന്യത, മുന്നിൽ നീളുന്ന ചൂടുപാത. വരരുചി അലക്ഷ്യനായി മുന്നോട്ട് നടന്നു. ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്നു. എന്നാണ് ഇതിനൊരു അന്ത്യമാവുക? നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുചാലുകൾ വടിച്ചു കളഞ്ഞ് വരരുചി വിവശയോടെ ഓർത്തു. വാത്മീകിയുടെ പ്രതിഭയിൽ വിരിഞ്ഞ ശ്ലോക സഹസ്രങ്ങളാണ് മനം നിറയെ. ഓരോന്നും 100 വട്ടം ആറ്റിക്കുറുക്കി രചിച്ചവ. അവയിൽ മികച്ചതേതെന്ന അന്വേഷണത്തെക്കാൾ ശ്രമകരമായ മറ്റെന്തുണ്ട്? പക്ഷേ തനിക്ക് യുക്തിസാഹസമായ ഒരു ഉത്തരം ലഭിച്ചേ തീരൂ, അതും 41 നാളെന്ന ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ. അവിടെ താൻ പരാജയപ്പെട്ടാൽ വിക്രമാദിത്യ സരസിലെ പ്രവേശനം എന്നത്തേക്കുമായി നഷ്ടമാകും. വരരുചിയുടെ അല്പപാണ്ഡിത്യം നാട്ടുകാർക്ക് പരിഹസിക്കാനുള്ള വിഷയമാവും. അതിനൊക്കെയും അപ്പുറത്ത് തന്റെ തോൽവി വിക്രമാദിത്യ മഹാരാജാവിന്റെ മനസ്സ് നോവിക്കും. വരരുചി അസ്വസ്ഥമായ മനസ്സോടെ അലച്ചിൽ തുടർന്നു. മനസ്സിൽ നിറഞ്ഞു കവിയുന്ന അശാന്തത. രാപ്പാടികൾ പോലും അദ്ദേഹത്തിന് ഉറക്കം സമ്മാനിച്ചില്ല. ഒരു നാൾ അദ്ദേഹം അറിഞ്ഞു, വിക്രമാദിത്യ മഹാരാജാവ് തനിക്ക് അനുവദിച്ച സമയപരിധി തീരാൻ പോകുന്നുവെന്ന്. പിന്നിട്ട് രാപ്പകലുകൾ കൈവിരലുകളിൽ എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ ഞെട്ടലോടെ അദ്ദേഹം സ്വയം പറഞ്ഞു, ഈശ്വര, വിലപ്പെട്ട 40 നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. ജയത്തിനും തോൽവിക്കുമിടയിൽ ഇനി ശേഷിക്കുന്നത് ഒരൊറ്റ ദിനം മാത്രം. ഇതുവരെ ഉത്തരത്തിന്റെ അടുത്തുപോലും എത്താനായിട്ടില്ല. വരരുചിക്ക് നാളിതുവരെ ഉണ്ടായിരുന്ന പ്രശസ്തിയും താൽപര്യം നിലനിർത്തണമെങ്കിൽ ഇനി അത്ഭുതം തന്നെ സംഭവിക്കണം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വലതുകണ്ണ് ചെറുതായി തുടിച്ചു. ശുഭസൂചന തന്നെ. അത്ഭുതങ്ങൾ ചിലപ്പോഴെങ്കിലും സംഭവിച്ചുകൂടായികയില്ലല്ലോ. നേരം ഇരുട്ടി തുടങ്ങി. ഇടതിങ്ങിയ വനത്തിനുള്ളിലേക്ക് അദ്ദേഹം ധൈര്യപൂർവ്വം നടന്നു കയറി. ചുറ്റുപാടു നിന്നും മൃഗങ്ങളുടെയും പക്ഷികളുടെയും പലവിധ ശബ്ദങ്ങൾ കേട്ടത് അദ്ദേഹത്തെ തെല്ലും ഭയപ്പെടുത്തിയില്ല. തൊട്ടടുത്തായി പടർന്നു പന്തലിച്ച ഒരാൽമരം വരരുചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കൂടുതലൊന്നും ആലോചിക്കാതെ അദ്ദേഹം അതിന്റെ ചുവട്ടിൽ ചെന്ന് കിടന്നു. അപകീർത്തിക്ക് ഇടയാക്കരുതേ എന്ന് മനംനൊന്ത് പ്രാർത്ഥിച്ച് അദ്ദേഹം മലർന്ന് നീണ്ടു നിവർന്നു കിടന്നു. നല്ല തണുത്ത കാറ്റ് ദേഹത്തെ തലോടി കടന്നു പോകുന്നു. പാതിരാവായി കാണണം. ആലിന്റെ മുകളിൽ നിന്നും ചില ശബ്ദങ്ങൾ കേട്ട് വരരുചി ഞെട്ടി ഉണർന്നു. നല്ല ഇരുട്ടാണെങ്കിലും മരക്കൊമ്പുകളും ഇലകളും ഉലയുന്നതിന്റെ ശബ്ദം കേൾക്കാം. വലിയ പക്ഷികൾ മരക്കൊമ്പിലുള്ളതുപോലെ. വരരുചി കണ്ണുകൾ തിരുമ്മി തുറന്നു നോക്കി. അത് പക്ഷികളല്ല, പക്ഷികളെ പോലെ ചിറകുള്ള വനദേവതമാരാണ്. പക്ഷിമൃഗങ്ങളുടെയും ദേവതമാരുടെയും ഭാഷ വശമുള്ള വരരുചി അവരുടെ സംഭാഷണത്തിനായി കാതോർത്തു. അതെ, നമ്മുടെ ചങ്ങാടദേവന്മാർ ഇനിയും വന്നില്ലല്ലോ, ദേവതമാരിൽ ഒരാൾ പറഞ്ഞു. പാതിരാത്രി ആയതല്ലേ ഉള്ളൂ, അവർ വരാതിരിക്കില്ല, മറ്റൊരു ദേവത സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും കൊടുങ്കാറ്റടിക്കും പോലുള്ള ഒരൊച്ചയുണ്ടായി. കുറെ വനദേവതമാർ ആകാശമാർഗം പറന്നു വരുന്നതായിരുന്നു അത്. വരരുചി കാതു കൂർപ്പിച്ച് ഉറക്കം നടിച്ചു കിടന്നു. ഹോ, നിങ്ങൾ ഇപ്പോഴെങ്കിലും വന്നല്ലോ, ഞങ്ങൾ എത്ര നേരമായി കാത്തിരിക്കുന്നു. ആലില ദേവന്മാർ പരിഭവം പറഞ്ഞു. ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്. നിങ്ങളോട് പായാരം പറഞ്ഞിരിക്കാൻ തൽക്കാലം നേരമില്ല. കുറച്ചകലെയൊരിടത്ത് ഒരു പറയിപ്പെണ്ണ് പ്രസവിക്കാൻ പോകുന്നു. ഇപ്പോൾ ചെന്നാൽ അവളെ കാണാം. ദേവതമാർ തിരക്ക് കൂട്ടി. ഞങ്ങൾക്ക് തൽക്കാലം വരാനാവില്ല. ദാ ഈ മരച്ചുവട്ടിൽ ഒരു ശുദ്ധ ബ്രാഹ്മണൻ തളർന്നുറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഉറങ്ങും മുൻപേ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന് അപകടമൊന്നും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി പറയപ്പെണ്ണിനെയും ചോരക്കുഞ്ഞിനെയും കണ്ട് മടങ്ങി വരിക. ഇവിടെ വന്ന് പേറ്റുവിശേഷങ്ങൾ പറയാൻ മറക്കരുത്. ആലിലെ ദേവതമാരുടെ അഭ്യർത്ഥന സ്വീകരിച്ച് വനദേവതമാർ പറന്നകന്നു. വനദേവതമാർ തന്റെ സംരക്ഷണത്തിനുണ്ടെന്നറിഞ്ഞ് വരരുചി തൃപ്തനായി. അദ്ദേഹം വീണ്ടും കണ്ണടച്ചു കിടന്നു. തണുത്ത കാറ്റ് വീണ്ടും വീശി. ദേഹമാകെ തണുത്തു വിറങ്ങലിക്കുന്നു. വരരുചി ഒന്ന് ചെരിഞ്ഞു കിടന്നു. രാത്രിയുടെ അന്ത്യയാമമായത് വനദേവതമാർ ആൽമരത്തിൽ തിരിച്ചെത്തി. ചിറകടിയൊച്ചകളിൽ നിന്നും വരരുചി അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അനങ്ങാതെ കിടന്നു. അവരുടെ വർത്തമാനം ശ്രദ്ധിച്ചു. ഓഹോ, നിങ്ങൾ ഇതിനകം തന്നെ മടങ്ങിയെത്തിയോ? പറയുടെ പ്രസവം എവിടെയായിരുന്നു? കുഞ്ഞ് ആണോ പെണ്ണോ? ആലിൽ അധിവസിച്ചിരുന്ന വനദേവതമാർ തിരക്കി. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഞങ്ങൾ പറയിക്കുടിലെത്തിയതും സുഖപ്രസവം തന്നെ നടന്നു. ഓമനത്തും തുളുമ്പുന്ന ഒരു പെൺകുഞ്ഞ്. കുഞ്ഞിനെയും അനുഗ്രഹിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. തിരിച്ചെത്തിയ വനദേവതമാർ ആവേശത്തോടെ വിവരിച്ചു. നിങ്ങൾ ദീർഘദൃഷ്ടിയുള്ളവരാണല്ലോ. ഇത്ര ഓമനയായ ആ പെൺകുഞ്ഞ് വളർന്ന് യൗവനദശയെ പ്രാപിക്കുമ്പോൾ ആരെയാവും വിവാഹം കഴിക്കുക? ആലിലെ ദേവതമാർ ആകാംക്ഷയോടെ തിരക്കി. അതാണ് ആശ്ചര്യം. നിങ്ങൾ കാത്തുരക്ഷിക്കുന്ന ശുദ്ധ ബ്രാഹ്മണനിലെ വരരുചി എന്നു പേരുള്ള ഇദ്ദേഹമാണ് അവരുടെ ഭർത്താവാകാൻ പോകുന്നത്. ഉടനെ മറുപടി വന്നു. ആ വാക്കുകൾ കേട്ട് വരരുചിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. ഈശ്വര, പറയുടെ ഭർത്തൃപദവിയോ? അദ്ദേഹം നെഞ്ചിൽ കൈവച്ചു. ആൽച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഈ ബ്രാഹ്മണന്റെ വിധി പറയെ വിവാഹം കഴിക്കാനാണെന്നോ? എങ്കിലത് മഹാകഷ്ടം തന്നെ. ആലിലെ ദേവതമാർക്ക് വിശ്വാസം വന്നില്ല. അതിലെന്താണ് സംശയം? ഞങ്ങളുടെ പ്രവചനങ്ങൾ ഇതുവരെ തെറ്റിയിട്ടില്ല, ഇനിയൊട്ട് തെറ്റാനും പോകുന്നില്ല. വരരുചി പറയെ ഭാര്യയാക്കുമെന്ന് മാത്രമല്ല, കാലക്രമത്തിൽ അവർക്ക് 12 സന്താനങ്ങളും പിറക്കും. അവർ തീർത്തു പറഞ്ഞു. വിധിയുടെ വിളയാട്ടം നോക്കണേ. അതിസുന്ദരനും ഐശ്വര്യം തികഞ്ഞവനുമാണ് ഈ ബ്രാഹ്മണൻ.
മറ്റും ഭാവവും കണ്ടിട്ട് പണ്ഡിതനാണെന്ന് തോന്നുന്നു. എന്നിട്ടും എന്തേ ഇങ്ങനെയൊരു ദുരവസ്ഥ വരാൻ ആലിലെ ദേവതമാർ പരിതപിച്ചു. തെല്ലി പരിഹാസത്തോടെയായിരുന്നു മറ്റു ദേവതമാർ അതിനോട് പ്രതികരിച്ചത്. പണ്ഡിതനോ? ഇയാളോ? നല്ല കാര്യമായി. രാമായണത്തിൽ മാം വിധിയുടെ തത്വമറിയാത്തവൻ എങ്ങനെയാണ് പണ്ഡിതനാവുക? ഇതും പറഞ്ഞ് വനദേവതമാർ ഒരുമിച്ച് ആലിൽ നിന്നും പറന്നകന്നു. വനദേവതമാരുടെ വാക്കുകൾ വരരുചിയുടെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു. മാം വിധിയുടെ മഹത്വത്തെക്കുറിച്ച് അവർ പരാമർശിച്ചത് അദ്ദേഹം ശ്രദ്ധിച്ചു. വലിയൊരു അന്വേഷണത്തിന്റെ ശുഭകരമായ അന്ത്യമായി അദ്ദേഹം അതിനെ കണ്ടെത്തി. ആ നേത്രങ്ങൾ ജലാർദ്രമായി. മനസ്സിൽ ശ്രീരാമഭക്തി പറഞ്ഞു പൊന്തി. കെട്ടി നിർത്തിയ വെള്ളം ഊക്കോടെ കുത്തിയൊഴുകും പോലെ ഉദാത്തമായ ആ ശ്ലോകം അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ നിന്നും അനർഗളം പ്രവഹിച്ചു. രാമം ദശരഥം വിധി, മാം വിധി ജനകാത്മജം, അയോധ്യ മടവിം വിധി, ഗച്ഛദാത യഥാസുഖം. അപ്പോൾ വരരുചിയുടെ മനസ്സിൽ വിരഹതീവ്രമായ ഒരു രംഗം തെളിഞ്ഞു വന്നു. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും വനവാസത്തിന് ഒരുങ്ങി നിൽക്കുന്നു. നിറകണ്ണുകളോടെ മാതൃപാദങ്ങൾ വന്ദിച്ച് യാത്ര പറയുന്ന ലക്ഷ്മണനെ സുമിത്ര ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. വനവാസം നിനക്ക് സുഖവാസമാകട്ടെ. രാമനെ ദശരഥനായും സീതയെ ഞാനായും വനത്തെ അയോധ്യയായും കരുതണം. പിന്നെ നിനക്ക് തരുമ്പം ദുഃഖിക്കേണ്ടി വരില്ല. അതിരട്ട ആഹ്ലാദത്താൽ വരരുചിയുടെ മനസ്സ് നിറഞ്ഞൊഴുകി. വിക്രമാദിത്യ മഹാരാജാവിന്റെ ചോദ്യത്തിന് വ്യക്തവും സമഗ്രവുമായ ഉത്തരം കിട്ടിയിരിക്കുന്നു. രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്നത് ഉത്കൃഷ്ട ശ്ലോകം, മാവിധി ജനകാത്മജം ഉത്കൃഷ്ടവാചകവും. വരരുചിക്ക് ഇനി നെഞ്ചുവിരിച്ചു തന്നെ രാജസദസ്സിലേക്ക് കയറിച്ചെല്ലാം. എല്ലാം വനദേവതമാരുടെ കടാക്ഷം, ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും കൃപ. അദ്ദേഹം വിനയാന്വിതനായി. ആ ആഹ്ലാദത്തിമറുപ്പിൽ പറയുടെ കഥ അദ്ദേഹം മറന്നു കഴിഞ്ഞിരുന്നു. മാനത്ത് പുലരിയുടെ വെള്ളി വെളിച്ചം വീണു തുടങ്ങുന്നു. വരരുചി മരച്ചുവട്ടിൽ നിന്നും എഴുന്നേറ്റു.